ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നരേന്ദ്രമോദി വല്ലാത്ത പ്രഹസനമാണിത്. മോദിയുടെ ജനകീയ ഇടപെടൽ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക. ഉത്തർപ്രദേശിലെ മധുരയിൽ നരേന്ദ്രമോദി മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ വേർതിരിച്ചെടുക്കുന്നു. ചുറ്റും ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവരോട് കുശലം പറയുന്നു, അവരുടെ അവസ്ഥകൾ ചോദിച്ചറിയുന്നു. അവരിലൊരാളായി മാറുന്ന നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ദേശീയ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും നൽകിയത്. മോദിക്ക് വേണ്ടി മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങളെന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കപ്പെടേണ്ട മാധ്യമധർമ്മത്തെ ഇല്ലാതാക്കിയവർ. എന്താണ് ക്യാമറക്ക് പിന്നിലുള്ള രഹസ്യം? നരേന്ദ്രമോദി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഇടുന്നു, ഒരു സ്റ്റേജ് നിർമ്മിക്കുന്നു. ആ സ്റ്റേജിന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. ആ സ്റ്റേജ് വളരെ വൃത്തിയായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് മനോഹരമായിട്ടുള്ള കാർപ്പറ്റുകൾ കടന്നു വരുന്നു. ആ കാർപ്പറ്റുകളിൽ വളരെ സൂക്ഷിച്ച് എവിടെ നിന്നോ ലഭിച്ചിരിക്കുന്ന വൃത്തിഹീനമല്ലാത്ത മാലിന്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തെളിയുന്ന ചില വസ്തുക്കൾ കൊണ്ടുവന്ന് ആ കാർപ്പറ്റിന് മുകളിൽ ചൊരിയുന്നു. എവിടെ നിന്നോ ഉള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് അതിന് ചുറ്റുമിരുത്തുന്നു. അതിനിടയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു വരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അതേപടി ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകുന്നു. ജനകീയനായ പ്രധാനമന്ത്രി ജനകീയ ഇടപെടൽ നടത്തുന്നു. മോദിയുടെ ഭക്തന്മാർ, ആരാധകന്മാർ അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. നമ്മൾ ആഗ്രഹിച്ച പ്രധാനമന്ത്രി ഇതാണെന്ന് പറയുന്നു. ഒരു ചെറിയ കഥ പറയാം. രാജ്യത്തിന് ഇങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരിടത്ത് ഭക്ഷണം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ വലിയ ഒരു പാത്രവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വലിയ പാത്രത്തിലേക്ക് ജവഹർലാൽ നെഹ്റു ഭക്ഷണം ഇടുന്ന സമയത്ത് പറഞ്ഞു, അമ്മേ ഇത് വലിയ പാത്രമാണല്ലോ. ഉടൻ തന്നെ ആ അമ്മയുടെ മറുപടി വന്നു, പ്രധാനമന്ത്രി ഞങ്ങളെ പരിഹസിക്കരുത്, പ്രധാനമന്ത്രി ഞങ്ങളെ തമാശയാക്കി കാണരുത്. കാരണം ഈ പാത്രത്തിലേക്ക് അങ്ങിട്ട് തരുന്ന ഭക്ഷണം എനിക്ക് മാത്രമുള്ളതല്ല, എന്നെ ആശ്രയിച്ച് ഒരു കൂട്ടം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അവരിവിടെ വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി ഇടാൻ വസ്ത്രം പോലുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം ഇട്ടിട്ടാണ് ഞാനിവിടെ ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നത്. ഉടൻ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം ആകെ വിഷമമായി പോയി. ആ അമ്മയോട് ജവഹർലാൽ നെഹ്റു മാപ്പ് പറഞ്ഞു. വല്ലാത്ത വികാരഭരിതനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിപ്പോയത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ താൻ സാധാരണക്കാരനാണ്, താൻ ജനകീയനാണ്, താൻ ജനകീയ ഇടപെടൽ നടത്തുന്ന പ്രധാനമന്ത്രിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ആറാട്ട് നടത്തുന്ന പ്രധാനമന്ത്രി അല്ല നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത്. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിലും സമാധാനത്തിലും ദുഃഖത്തിലും പൊതുജനങ്ങളോട് ആത്മാർത്ഥമായി തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയാണോ നമ്മുടെ നരേന്ദ്രമോദി? ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കാഴ്ചയിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും എന്തൊരു പ്രഹസനമാണ് ഇങ്ങേര് ചെയ്തു കാണിക്കുന്നത് എന്ന്. സംശയം വേണ്ട, മധുരയിലെ ആ ലക്ഷങ്ങൾക്ക് നിങ്ങൾ നാളെ ഉത്തരം പറയേണ്ടി വരും. യാതൊരു സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.